എം ജയചന്ദ്രൻ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പുതിയ ഹെലികോപ്റ്റർ യാത്രയുടെ വിശദാംശങ്ങളാണ് ഇന്ന് സാലി മുഹമ്മദ് പറഞ്ഞത്. ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് അധികം വിദൂരമല്ലാത്ത അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഓരോന്നോരോന്നായി നമ്മളുടെ ഓർമ്മയിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരം യാത്രകളെ സംബന്ധിച്ച് വിമർശനാത്മകമായി പരിശോധിക്കേണ്ടി വരുന്നത്. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ, പിന്നീട് മറ്റ് അവയവദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോൾ ഇതാ കേരളം മുടിയാൻ പോകുന്നു, പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച് ഈ സംസ്ഥാനത്തെ തകർത്ത് കളയുന്നു എന്ന് നാട് നീള മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരന്തരമായി പ്രസംഗിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയ നേരമില്ല. പക്ഷേ ആരുടെയാണ് ഹെലികോപ്റ്റർ, എവിടേക്ക് പോകുന്നു, ആരാണ് ഇതിൻ്റെ ചെലവ് നൽകുന്നത്, പിന്നീട് അതിനൊരു ഗോപ്യമായ ഒരു സ്വഭാവം വരുത്തുന്നു, ഇതിനൊക്കെ നമുക്കൊരു മറുപടി കിട്ടും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഇന്ന് കൂർഗിലേക്കാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനാണ്. അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ, കർണാടകയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് വിവാഹിതനാകുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ശ്രീ ജയചന്ദ്രൻ. ഷമ്മി, ഇത് ഞാൻ മനസ്സിലാക്കിയത് സർക്കാരിന്റെ പോലീസ് ഹെലികോപ്റ്റർ അല്ല എന്നാണ് കിട്ടുന്ന പ്രാഥമിക വിവരങ്ങൾ. അദ്ദേഹത്തിന് സ്വകാര്യ ഹെലികോപ്റ്റർ തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ടില്ലേ, മെയ് 1 മംഗലാപുരത്തേക്ക് ചാർട്ടേഡ് വിമാനത്തിൽ, ഫ്ലൈറ്റിൽ, മറ്റേ അദാനിയുടെ ചാർട്ടേഡ് ഇതിലാണല്ലോ പോയത്. അത് കഴിഞ്ഞ് അടുത്ത ഹെലികോപ്റ്റർ യാത്ര വരുന്നത് എപ്പോഴാണ്? ജൂലൈ 31 അമ്മായിയച്ഛനെ കാണാനായിട്ട്. അടുത്ത യാത്ര വരുന്നത് ഇപ്പോ ഓഗസ്റ്റ് 16 ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ചടങ്ങിന് പങ്കെടുക്കാനായിട്ട്. അതിനാരാണ് പണം മുടക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഏറ്റവും വലിയ ചോദ്യമായി ഉയർന്നു നിൽക്കുന്നത്. മുൻപ് പോയതൊക്കെ അത് ഇതുവരെ ഒക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇതും വ്യക്തിപരമായ കാര്യമായിട്ട് തന്നെ പറയൂ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. അങ്ങനെ തന്നെ മുഖ്യമന്ത്രി മറുപടി പറയാനും പോകുന്നുള്ളൂ. പക്ഷെ പ്രശ്നം ഇങ്ങനെ ഇത്തരത്തിൽ പൊതുപണം എടുത്താണല്ലോ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത്. അതല്ലെങ്കിൽ ആരൊക്കെയാണ് അതിന്റെ പണം മുടക്കുന്നത് എന്ന് വ്യക്തതയോടെ പറയാൻ ബാധ്യതയുണ്ട് മുഖ്യമന്ത്രിക്കോ ആ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന പാർട്ടിയിലെ നേതൃത്വത്തിനോ, KPCC പ്രസിഡന്റിനോ ആർക്കെങ്കിലും പറയാൻ ബാധ്യതയുണ്ട്. അവരിനും അത്തരം കാര്യങ്ങളൊന്നും നിർവഹിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതേ ഇല്ല. മുഖ്യമന്ത്രി എന്ത് പറയുന്നു, മുഖ്യമന്ത്രി എന്ത് ആഗ്രഹിക്കുന്നു അത് മാത്രം പറയുക എന്നുള്ളതാണല്ലോ KPCC പ്രസിഡന്റിന്റെ നിലപാട്. അതിന്റെ അപ്പുറത്തേക്കൊരു എന്തെങ്കിലും നിലപാട് അവരെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ടല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കോൺഗ്രസുകാരുടെ മാത്രം, അല്ലെങ്കിൽ UDFന്റെ മാത്രം മുഖ്യമന്ത്രിയല്ല, കേരളത്തിലെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ യാത്രകൾ ദുരൂഹമായി, ഒന്നിലധികം യാത്രകൾ നിരന്തരം വരുമ്പോ ഇത്തരം ദുരൂഹ യാത്രകൾ എങ്ങോട്ടാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ മറുപടി പറയണ്ടേ? ഇപ്പോ കൂർഗിലേക്കുള്ള, മടിക്കേരിയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം പോയി, അദ്ദേഹത്തിന് വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ് പോയത് എന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യത ആരേറ്റെടുക്കും? അത് ഇപ്പൊ ഈ പ്രശ്നം ചർച്ച ചെയ്യുന്ന നമ്മളല്ലോ അത് ഏറ്റെടുക്കേണ്ടത്. ഈ പ്രശ്നം അറിഞ്ഞതിന്റെ പേരിൽ അത് ചർച്ച ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കുന്നത്. പക്ഷെ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയായ മുഖ്യമന്ത്രി എന്താണ് ഇക്കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഇനിയും VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഉത്തരം തരുമെന്ന് ഒട്ടും എനിക്ക് ധാരണയില്ല. അങ്ങനെ കരുതാൻ കഴിയാത്ത ഒരാളാണല്ലോ. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തികൾ വെച്ചെല്ലാം നോക്കുമ്പോൾ പോയി അതിനെന്താ എന്ന് അദ്ദേഹവും അദ്ദേഹത്തിനെ പാടിപ്പുകഴ്ത്തുന്ന ഒരു പറ്റ മാധ്യമങ്ങളുമുള്ള കാലത്തോളം അതങ്ങനെ തന്നെ കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്ന ആളാണ് സതീശൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അങ്ങനെയല്ല. സതീശന്റെ ഇത്തരം കാര്യങ്ങൾക്കടക്കം വിമത സ്വരങ്ങൾ എന്നുള്ള നിലയിൽ അല്ലാതെ തന്നെ കൂടെ നിൽക്കുന്നവരുടെ വിയോജിപ്പുകൾ ഉണ്ടാവുന്നത് ഇന്നലെ മലപ്പുറത്ത് നമ്മൾ കണ്ടതാണ്. MLA-മാര് എങ്ങനെയാണത് കൈകാര്യം ചെയ്തത് എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് അറിയുകയും ചെയ്യാം. ഏതായാലും സതീശൻ ഈ കാണിക്കുന്നത് കേരളീയ സമൂഹത്തോട് കാണിക്കുന്ന പൊതുവായ സത്യസന്ധതയില്ലായ്മയാണ് എന്നാണ് പ്രാഥമികമായി ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യം. ആ സത്യസന്ധതയില്ലായ്മ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നതും ഇക്കാര്യത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഷമ്മി.